തിരിച്ചു പോവാണ്. ഇത്ര വണ്ടിയിലേക്ക് പണി കാണും. നമ്മളിങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി നടന്ന് പോകാനുള്ള പരിപാടിയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറയാണ് ഇതിൽ പോയ 10,000 രൂപ ഫൈന് കിട്ടും, നടന്നു പോയാൽ വണ്ടി ഇല്ലാതെ ഇവിടെ പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. കൊടൈക്കനാലിലേക്ക് വന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ റൂട്ട് ഏതാണെന്നുള്ളത്. നമ്മൾ മോയാർ പോയിൻ്റ്, അതേപോലെ ഗുണ കേവ്, അങ്ങനെയുള്ള പില്ലർ റോക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരു റൂട്ടാണിത്. ഇതിങ്ങനെ റൗണ്ട് അടിച്ചൊരു 10 കിലോമീറ്റർ ഉണ്ടാവും. ഇത് റൗണ്ടാണ്. അപ്പോൾ ഈ റൗണ്ടിൽ ആണ് അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കാണാനുള്ളത്. കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയല്ലേ, വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ സ്പോട്ടാണിത്. അഥവാ ഇനി ഫൈൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരെങ്കിലും വിളിച്ച് കാട്ടി ചോദിക്കേണ്ടി വരും, കുറച്ച് പൈസ തരുമോ എന്നുള്ളത്. അല്ലാതെ ഇതിൻ്റെ അടുത്ത് കാര്യമില്ല. ഭയങ്കര രസമുള്ള ഏരിയകളാണ്. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ നടക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു രസമാണ്. എന്തായാലും അവിടെ ഓപ്പൺ ആക്കാനുള്ള ടൈം ആയിക്കണം. 9 മണി മുതലാണ് ഓപ്പണിങ്. നമ്മളെ വണ്ടിയൊക്കെ കണ്ടില്ലേ, അവിടെ ഫുള്ള് ബ്ലോക്കാണ്. നല്ല ശാന്തസുന്ദരമായ സ്ഥലത്ത് കൂടിയുള്ള യാത്ര. 1 പോയി, 2 പോയി, 3 പോയി, 4, 5, 6, 7, 8, 9 ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഈ വണ്ടി പോകണ ഒരു ധൈര്യമാണ്. ആളുകൾ പാസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ചെറിയ ധൈര്യമാണ്. ഈ യാത്രയിൽ വേറൊരു സുഖം കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ ചുറ്റുഭാഗത്തൊന്നും കാടല്ലേ, പല ഐറ്റം കിളികളുടെ സൗണ്ട്. അതൊരു ഒരു രസമാണത്. ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സാധനം. ഇതാ പൈൻ ഫോറസ്റ്റിക്ക് ഒരു 2 കിലോമീറ്റർ കിട്ടും. അവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1/2 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. ഇത് 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പൈൻ ഫോറസ്റ്റിലെത്താം. എന്തൊരു ഭംഗിയുള്ള കാഴ്ച എന്ന് പറയുന്നത്. വണ്ടി തുടങ്ങി ബ്ലോക്കായി തുടങ്ങിട്ടോ. നമ്മുടെ ബാക്കിൽ ചെക്കിങ് നടക്കണ്ടേ. അപ്പോൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ഒരു 3/4 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവുള്ളൂ. മൂപ്പര് പറഞ്ഞ മാതിരി കുടിക്കുക വിചാരിച്ചിട്ട് ഞാൻ വലിയ മെയിൻ്റെ ഒന്നും കൊടുത്തില്ല. മെയിൻ്റെ കൊടുക്കാതെ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. ഒന്നും പറഞ്ഞില്ല, അവർ നോക്കി. അപ്പോൾ എന്തായാലും പോയി നോക്കാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് 1 കിലോമീറ്ററേ നടന്നിട്ടുള്ളൂ. ആ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് എത്തിക്കുന്നു. മോയാർ വ്യൂ പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇവിടെ കയറാനുള്ള ചാർജ് എന്ന് പറയുന്നത് വെറും 10 രൂപ കേട്ടോ. ഇവിടെ എന്താ കാണാനുള്ള വെച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒന്നും തോന്നൂല. അപ്പോൾ എന്താ ഇവിടെ ഇറങ്ങണമെന്നൊക്കെ ഒരു വിചാരം ഉണ്ടോ. ഫസ്റ്റ് കാഴ്ച എന്ന് പറയുന്നത് കണ്ടില്ലേ, ബാഹുബലിയിൽ മറ്റേ നമ്മളെ കാട്ടുപോത്തിനുണ്ടാക്കി വെച്ച പോലെ നല്ലൊരു ഉഗ്രം സാധനമാണ്. ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ പോയിട്ടാ, പെയിൻ്റൊക്കെ ഇളകി തുടങ്ങിയത്. തോപ് കണ്ട് തൊട്ടപ്പുറത്ത്. ഇനി നമുക്ക് കാണാനുള്ള കാഴ്ച എന്ന് പറയുന്നതാണ് രസം. ഇത്രയും ഭയങ്കര വ്യൂ ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഭയങ്കരമായിട്ടുള്ള കാഴ്ചയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, കോടമഞ്ഞും പിന്നെ അതുപോലെ മലനിരകളും, എന്താ പറയുക, ദൂരെ ഒരു തടാകവും ഒക്കെ ആയിട്ട്. ഇപ്പം മഞ്ഞില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും കാഴ്ച കാണാൻ പറ്റില്ല. മഞ്ഞും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാഴ്ച ഒന്നും കാണാൻ കഴിയില്ല. ഫുള്ള് മഞ്ഞും കൂടി കിടക്കും. അപ്പോൾ നമുക്കൊന്നും കാണാൻ കഴിയില്ല. ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേരുന്ന അവസ്ഥ. എന്തായാലും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മളെ കാഴ്ച കണ്ട് പെട്ടെന്ന് മടങ്ങാം. ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് കാണാൻ കഴിയും. നമ്മളെന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കണം, അല്ലെങ്കിൽ നമ്മളെ സമയം പോകും. 7 കിലോമീറ്ററോളം ഇനിയും നടക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് സ്ഥലം കണ്ടുപോകല്ല കേട്ടോ. കാരണം ഞാൻ ഇതിൽ കൂടെ ഒരു പ്രാവശ്യം നടന്നിട്ടുമുണ്ട്, അതുപോലെ വണ്ടിയിൽ 2 പ്രാവശ്യം വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, ഞാൻ കണ്ട സ്ഥലം ആയതുകൊണ്ടാണ് പെട്ടെന്ന് നീങ്ങുന്നത്. അത് ഈ കാഴ്ച കാണാനുള്ള എന്താ ഒരു ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല. ഞാനിപ്പോൾ ഒരു സ്പോട്ട് കണ്ട്, അവിടുന്ന് കണ്ട അതേ കാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ല, അവിടുന്ന് കണ്ട അതേ കാഴ്ച തന്നെയാണ്. നമുക്ക് ഓരോ കാഴ്ചയും ഗംഭീരം തന്നെയാണ്. ഇതിനിടയിൽ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ചീവീട് കരയുന്ന ശബ്ദം.